മിസ്റ്റർ സണ്ണി, ഞാൻ കാട് മുടിക്കുന്നവനാണ്, വനം കൊള്ളക്കാരനാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ അതിൽ എന്റെ പങ്ക് എത്രയുണ്ടെന്ന് ആരും തിരക്കാനില്ല, നിങ്ങളടക്കം. അതുകൊണ്ട് പറയാം, ഞാൻ ഇതിൽ വെറും ഒരു മഴുവാണ്. തടി വെട്ടിക്കൊടുക്കും, അറുത്ത് കയറി അംശിച്ച് പലർക്കായി വീതിച്ചു കൊടുക്കാം. അതിലൊരു വിഹിതം മിസ്റ്റർ നിങ്ങൾക്ക് തന്നിട്ടില്ല ഞാൻ. 5000 രൂപ. പിന്നെ എന്ത് കുറ്റം ചുമത്തിയാണ് നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? മറ്റൊരു പുല്ലിനും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ അധികാരമില്ല. ശരിയാണ്. വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനല്ലാതെ മനുഷ്യരെ കൊന്നതിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ജോസിനെ അടക്കം ആദിവാസി സംസാരിച്ച സമയങ്ങളെ പോണം മിസ്റ്റർ. നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകും. കൊലയ്ക്കും തടിമോഷണത്തിനുമല്ല, കഞ്ചാവ് കൃഷി ചെയ്ത്. ഓഹോ, എവിടെയാണ് കൃഷി? ഒരു ചെടിയോ കമ്പോ എനിക്കെതിരായിട്ട് നിങ്ങൾക്ക് കാണിക്കോ? ഞാൻ വരാം. അല്ലാതെ തന്നെ നിങ്ങൾ വരും മിസ്റ്റർ പണിക്കർ. എന്നെ അവിടെ കൊണ്ടെത്തിക്കരുത്. ഇറങ്ങണം. ഇന്ന് വരെ ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ വന്ന് എന്റെ കള്ളും വെടിയിറച്ചി മൂക്കറ്റം കഴിച്ചു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്റെ മൂക്ക് കയറിട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ കറേജ് മിസ്റ്റർ. അതിനിടയിൽ ഒരു ചെറിയ കാര്യം, ഞാൻ കഞ്ചാവ് കൃഷി ചെയ്തു എന്നതല്ലേ കുറ്റം? അതിന് സർക്കാർ എനിക്ക് അനുവദിച്ചെന്ന അധികാരപത്രമുണ്ട്. കാണണോ നിങ്ങൾക്ക്? 1 സെക്കൻഡ്. ഇല്ല, ഈ ലോറികൾ ഞാൻ വിടില്ല. ജീവമേനെ മാറിക്കോ, ഇല്ലെങ്കിൽ ശ്രീദേവി പിടിച്ചു മാറണോളെ, തൊട്ടുപോകരുത്. മുതലാളി, ഇനിയും ആളെ കൊന്ന് ഈ കള്ളക്കടത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല. മിസ്റ്റർ പണിക്കർ, നിങ്ങൾക്കെതിരായ തെളിവുകളല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇതാ. പണിക്കർ, ഇവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാം, എന്നാൽ ഈ ജനങ്ങളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കയറാൻ. ഈ ശക്തി നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ മുത്തുവും ജോസും മരിക്കില്ലായിരുന്നു. നിങ്ങൾ ഉറങ്ങിക്കിടന്നതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാർ ഇവിടുത്തെ മരവും ചെടിയും ക്ഷൗരം ചെയ്ത് ഈ മലകൾ മുഴുവൻ മൊട്ടയടിച്ചു.
കാട്ടാനകളുടെ പല്ലും കൊമ്പും കുത്തിക്കേറിയെടുത്തു. കഞ്ചാവ് വിളയിച്ച് ഒരു ജനതയെ മുഴുവൻ ആ പുകയിൽ ഹോമിച്ചു. ഒരു പിടി ഫോറസ്റ്റ് ഓഫീസർമാരെ കൊണ്ട് മാത്രം അത് തടയാനാവില്ല. ഒരു കവിത എഴുതി പ്രകാശിപ്പിച്ചുകൊണ്ടോ വർഷത്തിലൊരിക്കൽ വനമഹോത്സവവും ഹരിത വിപ്ലവവും ആഘോഷിച്ചതുകൊണ്ടോ ഇവിടെ കാട് മുളക്കില്ല. ഇനിയും ഈ കൊള്ള തുടർന്നാൽ ഈ നാട് മുടിയും. 6 വറ്റി ഭൂമി വരണ്ട് ഈ നാടൊരു മണൽക്കാടായി മാറും. അത് തടയണമെങ്കിൽ ഈ മണ്ണിൽ വേരുറച്ച അടിവേരുകൾ പിഴുതെടുക്കുന്നവരെ നിങ്ങൾ ഇതുപോലെ എതിർക്കണം, തോൽപ്പിക്കണം. വരുംകാല തലമുറയെ ഓർത്തെങ്കിലും. അല്ലാതെ ഇനിയും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമോ? പിന്നെ നമ്മുടെ ജോലി കഴിഞ്ഞു.